കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിലെ സംഘർഷത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ എസ്എഫ്ഐ കെഎസ്യു സംഘർഷം. തൃശൂരിലെ ക്യാമ്പസുകളിൽ വ്യാപകമായ എസ്എഫ്ഐ ആക്രമണം, നിരവധി കെഎസ്യു പ്രവർത്തകർക്ക് പരിക്ക്. തലശ്ശേരിയിൽ കെഎസ്യു ജില്ലാ ജനറൽ സെക്രട്ടറിയെ ഹോസ്റ്റലിൽ കയറി മർദ്ദിച്ചു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിലുണ്ടായ സംഘർഷത്തിൽ 2 കെഎസ്യു പ്രവർത്തകർക്ക് പരിക്ക്. ജില്ലയിൽ നാളെ കെഎസ്യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. ഡി-സോൺ കലോത്സവത്തിലെ സംഘർഷത്തിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി ഇന്ന് എസ്എഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും MDI പോളിടെക്നിക് കോളേജിലും കെഎസ്യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അലോഷ്യസ് കോളേജിലും നാട്ടിക SN കോളേജിലും കൊടിമരങ്ങൾ തകർത്തു. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ഗണേശ് ആറ്റൂർ ഉൾപ്പെടെ നിരവധി കെഎസ്യു പ്രവർത്തകരെ SFIക്കാർ മർദ്ദിച്ചു. അതിനിടെ തലശ്ശേരി പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കെഎസ്യു നേതാവിനെ ഇന്നലെ രാത്രി 1:30 10ഓളം വരുന്ന മുഖംമൂടി സംഘം ഹോസ്റ്റലിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി മർദ്ദിച്ചു. 2ാം വർഷ നിയമ വിദ്യാർത്ഥിയും കെഎസ്യു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബിദുൻ ബാലനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിലും SFI കെഎസ്യു പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രകോപനമില്ലാതെ SFI പ്രവർത്തകർ തല്ലിയെന്നാണ് കെഎസ്യു പ്രവർത്തകരുടെ പരാതി. 2 കെഎസ്യു പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഘർഷ സാധ്യതയുള്ള ക്യാമ്പസുകളിൽ പോലീസ് നിരീക്ഷണവും ശക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 പത്തനംതിട്ട.